Hello dear students. ഇനി നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ ഒരു പ്രോബ്ലം ചെയ്യാം. എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്യാണ്. ഈ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരു പ്രോബ്ലം മാത്രം നിങ്ങൾ ഇത്രയും ടൈം എടുത്ത് പഠിച്ചാൽ മതി. ഇത് കറക്റ്റായിട്ട് മനസ്സിലായാൽ പിന്നെ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. സിലബസാണ്. സിലബസിൽ നമ്മൾ ഫസ്റ്റ് കണ്ടിന്യൂസ് ബീമിനെയാണ് പഠിക്കുന്നത്. പിന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബീം വിത്ത് ഓവർ ഹാങ്ങിങ് പഠിക്കുക. അത് കഴിഞ്ഞിട്ടാണ് റിജിഡ് ഫ്രെയിം. അപ്പോൾ ഹിയർ വി ആർ ഗോയിങ് ടു ഡു എ പ്രോബ്ലംസ് വിത്ത് കണ്ടിന്യൂസ് ബീം. ഓക്കെ, നമ്മുടെ ഫിഗർ ഇതാണ്. അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ബൈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. ഡ്രോ SFD ആൻഡ് BMD രണ്ടും വരയ്ക്കണം. അതായത് 3 മൊമെൻ്റ് ഇക്വേഷനിലെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ BMD മാത്രമേ വരച്ചുള്ളൂ. ചില കേസിൽ BMDയും SFDയും വരക്കാൻ പറ്റും. ഏത് മെത്തേഡ് യൂസ് ചെയ്താലും SFD വരക്കുന്ന പ്രൊസീജിയർ സെയിം ആണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ തൊട്ട് നമുക്ക് SFDയും കൂടി എങ്ങനെ വരക്കാമെന്ന് പറയാം. ഞാനത് നിങ്ങൾക്ക് ഓൾറെഡി അറിയും എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ അത് പഠിപ്പിക്കാഞ്ഞത്. ഇനി അറിയില്ല എന്ന് തോന്നുന്നു. കുറച്ച് ഹോംവർക്കൊക്കെ നിങ്ങൾ ചെയ്ത് കുറച്ച് കുട്ടികളുടെയൊക്കെ തെറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൊഡ്യൂൾ തൊട്ട് നമുക്ക് എങ്ങനെ SFD വരക്കാൻ നോക്കാം. അതിപ്പോൾ 3 മൊമെൻ്റ് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിലും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിലും മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിലും ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കുന്നത് സെയിം പ്രൊസീജിയറാണ്. അപ്പോൾ ഇതിലെ ഷിയർ ഫോഴ്സ് മൊമെൻ്റ് ഡയഗ്രാം വരക്കുന്നത് നമ്മൾ പഠിച്ചാൽ 3 മൊമെൻ്റ് ഇക്വേഷനിലും അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരക്കാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് SFDയും BMDയും എങ്ങനെ വരക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞു ഇതൊരു കണ്ടിന്യൂസ് ബീമാണ്, ഇൻഡിറ്റർമിനേറ്റ് കണ്ടിന്യൂസ് ബീമാണ്. ഇത് യൂസ് ചെയ്യാൻ നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ യൂസ് ചെയ്യാം. ABC എന്ന് പറഞ്ഞൊരു ബീമാണ്. എയും സിയും എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡാണ്. ബി എന്ന് പറയുന്നത് റോളർ എൻഡാണ്. ABയിലെ UDL ഓഫ് 10 kN/m ആൻഡ് BCയിലെ സെൻട്രലി അല്ല, കുറച്ച് സൈഡിലേക്ക് മാറി 1 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു 30 kN ഉണ്ട്. രണ്ടിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I എന്ന് പറയുന്നത് I തന്നെയാണ്. ചില കേസിൽ ഒന്ന് Iയും ചിലത് 2I ഒക്കെ കൊടുക്കും. അതിനനുസരിച്ച് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാറ്റണം. ഇതിനെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് ഈ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ 3 മൊമെൻ്റ് ഇക്വേഷനിലും അനലൈസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിച്ചിരുന്നത്? MAB എന്താ, MBC എന്താ, ഇങ്ങനെ എല്ലാ പോയിന്റിലുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കലാണ് നമ്മൾ ഈ അനലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മളുടെ എയിം എന്താ, ഇങ്ങനെ അൺനോൺ ആയിട്ടുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കലാണ്. നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. സ്റ്റെപ്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റത്തെ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പൊന്നും പ്രോബ്ലം ചെയ്യുമ്പോൾ എഴുതണം എന്നില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോയിലുള്ള ഒരു നോട്ട് ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ടാബുലാർ കോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നോട്ടിൽ എല്ലാവരും വരച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നു. WL²/8ഉം WA²B/L² അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് കുറച്ച് ഇക്വേഷൻ. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്, രണ്ട് എൻഡും ഫിക്സ്ഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന മൊമെൻറ്റിനെയാണ് നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അൺനോൺ ആയിട്ടുള്ള എല്ലാ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സും കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു 3-4 ഇക്വേഷൻസ് ഉണ്ടാവുക. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അപ്ലൈ ദ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ 4-5-6 ഇക്വേഷൻ കിട്ടുമല്ലോ. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നമ്മൾ ഈ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം, നമ്മൾ പണ്ട് കുറച്ച് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് പഠിച്ചിരുന്നു അല്ലേ? σH0, σV0 ആൻഡ് മൊമെൻറ്റ് 0 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇക്വേഷൻ. ഇതേപോലെ ഒരു കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട് ഇതിലും. അതുപോലെ ഒരു കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്തിട്ട് അൺനോൺസ് ഒക്കെ കണ്ടുപിടിക്കാം. എന്നിട്ട് ഫൈനൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ അനാലിസിസ് പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ ദ BMD ആൻഡ് SFD. SFDയും BMDയും വരക്കണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സപ്പോർട്ട് റിയാക്ഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ സപ്പോർട്ട് റിയാക്ഷൻ, അത് കഴിഞ്ഞിട്ട് ഡ്രോ SFD ആൻഡ് BMD. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഫിഗർ എന്ന് പറയുന്നത് ABC എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബീമായിരുന്നു അല്ലേ? ഇവിടെയാണ് ഫിക്സ്ഡ്, ഇവിടെ റോളറൊക്കെ ആയിരുന്നു. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ABC എന്ന് പറഞ്ഞ ബീമിനെ ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യാതെ അതിനെ ABBC എന്ന് പറഞ്ഞ ഓരോ സെപ്പറേറ്റ് സ്പാന് കൺസിഡർ ചെയ്യണം.
ഫസ്റ്റ് സ്റ്റെപ്പ് ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ആണ്. അതിൽ നമ്മൾ എ ബി ബി സി എന്ന് പറഞ്ഞ സെപ്പറേറ്റ് സ്പാൻ കൺസിഡർ ചെയ്തിട്ടാണ് ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ എടുക്കുന്നത് എ ബി സ്പാൻ ആണ്. അതിൽ എയിൽ ഫിക്സ്ഡ് എൻഡ് തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നത്, അപ്പോൾ നമ്മൾ ഫിക്സ്ഡ് എൻഡ് തന്നെ എടുത്തു. ബിയിൽ പക്ഷേ റോളർ ആയിരുന്നു. ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആ സൈഡിൽ ബിയിൽ റോളർ അസ്യൂം ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്തെന്നെ അസ്യൂം ചെയ്യണം? ഒരു ഫിക്സ്ഡ് എൻഡ് ആണെന്ന് തന്നെ അസ്യൂം ചെയ്തിട്ട് ഒരു ഫിക്സ്ഡ് എൻഡ് വരച്ചു. ഈ ഒരു ഫിക്സ്ഡ് എ ബി എന്ന് പറഞ്ഞ ബീമിലുണ്ടാവുന്ന എന്ത് കണ്ടുപിടിക്കണം? ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞൊരു ബീമിൽ മൊമെൻ്റ് എന്ന് പറയുന്നത് 2 മൊമെൻ്റ് ഉണ്ടാവും. ഒന്ന് എ ടു ബിയിൽ ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, റൈറ്റ് ഡയറക്ഷനിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ഉണ്ടാവും. ഈ മൊമെൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എം എഫ് എ ബി. ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എം മൊമെൻ്റ്, ഫിക്സ്ഡ് മൊമെൻറ്റിനെയാണ് നമ്മൾ എഫ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എം മൊമെൻ്റ്, ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ഓഫ് ബി എ. ബിയിലാണ് ഉള്ളത് എ ബി എന്ന് പറഞ്ഞ ബീമിൽ ബി എ. ഓക്കെ, ക്ലിയർ അല്ലേ? എം എഫ് എ ബിൻ്റെ ഇക്വേഷൻ എന്താ? ഇങ്ങനെ യു ഡി എൽ ആവുന്ന ഈ ഒരു ടാബുലാർ കോളം എല്ലാവരും ഓർത്തിരിക്കണം. എപ്പോഴും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. ഒരു യു ഡി എല്ലാണ് തന്നത് എന്നുണ്ടെങ്കിൽ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എം എഫ് എ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് -WL²/12 WL²/12 എം എഫ് ബി എക്കും. ഈ WL²/8 എന്ന് പറയുന്നത് അത് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ്, ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് ആണ്. അത് ഇപ്പോഴല്ല ആവശ്യം, നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ നമുക്ക് ഇത് മാത്രമാണ് ആവശ്യം. അപ്പോൾ നമ്മൾ എഴുതി എം എഫ് എ ബി ഈസ് ഈക്വൽ ടു, ഇത് മൈനസ് ആണെന്ന് പറഞ്ഞു അല്ലേ, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ലെഫ്റ്റിലുണ്ടാവുക. ദാറ്റ് ഈസ് -WL²/12. ദാറ്റ് ഈസ് -10 ഇൻറ്റു എൽ എന്ന് പറയുന്നത് 5, ലെങ്ത് ഓഫ് ബീം എ ബിൻ്റെ ലെങ്ത് 5 ആണ്, 5² / 12. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ -20.83 kN എന്ന് കിട്ടും. മൊമെൻറ്റിൻ്റെ എപ്പോഴും യൂണിറ്റ് എന്താ വരിക? kN ആയിരിക്കും. അടുത്തത് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് 2 ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ഉണ്ട് അല്ലേ. അടുത്തത് എം എഫ് ബി എൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? പ്ലസ്, അതായത് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ മൊമെൻ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് ആകുമ്പോൾ പ്ലസ് WL²/12 വിച്ച് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 5² / 12 വിച്ച് ഇസ് ഈക്വൽ ടു പ്ലസ് 20.83 kN. ഓക്കെ, ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് കണ്ടുപിടിച്ചു. ഒറ്റ സ്പാനിലുള്ള 2 ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് നമ്മൾ കണ്ടുപിടിച്ചു, എം എഫ് എ ബിയും എം എഫ് ബി എയും. ഇനി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്പാൻ കൺസിഡർ ചെയ്തു, സ്പാൻ ബി സി. ഇതിലും എത്ര ഉണ്ടാവും? 2 ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ഉണ്ടാവും. അത് നമുക്കറിയാം, ബി എന്ന് പറയുന്നത് റോളർ ആയിരുന്നു. പക്ഷേ ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ സിംഗിളായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതൊരു ഫിക്സ്ഡ് ബീമാണെന്ന് അസ്യൂം ചെയ്ത് 2 സൈഡും ഫിക്സ്ഡ് ജോയിൻ്റ് വരച്ചിട്ട് ഇവിടെ ഒരു എം എഫ് എന്ന് പറയുന്നത് എന്താ? ഫിക്സ്ഡ് മൊമെൻ്റ് അറ്റ് ബി സി. ഇവിടെ അതായത് എപ്പോഴും ലെഫ്റ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റും റൈറ്റിൽ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടുത്തെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ പേര് എം എഫ് സി ബി. ക്ലിയർ അല്ലേ? ഇത് സെൻട്രലി അല്ല നമ്മളെ ലോഡ് ഉള്ളത്, 1 മീറ്ററും 2 മീറ്ററും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഏത് കേസ് ആയിരിക്കും? ഈ സെക്കൻഡ് കേസിലെ ഈ ഇക്വേഷനാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. എം എഫ് എ ബി എന്ന് പറയുന്നത് -WAB²/L², എം എഫ് ബി എ എന്ന് പറയുന്നത് WA²B/L². നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണേ. എം എഫ് ബി സി ഇസ് ഈക്വൽ ടു -WAB²/L², which is equal to -30 into 1 into 2 square divided by total length 3 ആണ്, 3² എഴുതി. that is -13.33 kN. ഓക്കെ, ഒന്ന് കിട്ടി. അടുത്ത എന്താ? എം എഫ് സി ബി. എം എഫ് സി ബി പ്ലസ് ആണ്, പ്ലസ് WA²B/L², which is equal to 30 into 1² into 2 divided by 3².
which is equal to plus 6.67 kilonewton meter. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതോടുകൂടി കഴിഞ്ഞു. ഏതൊരു ബീം എടുത്താലും 2 ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ഉണ്ടാവും. അങ്ങനെ 2 സ്പാൻ ഉള്ളതുകൊണ്ട് നമുക്ക് ടോട്ടൽ 4 ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് കിട്ടി. ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു, ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? അപ്ലൈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോർ ഈച്ച് സ്പാൻ. എല്ലാ സ്പാനിലും എന്ത് ചെയ്യുക? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തായിരുന്നു നമ്മളുടെ ഈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ? ഓരോ ഇപ്പോൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് കണ്ടുപിടിച്ചിട്ട് ഓരോ സെപ്പറേറ്റ് ബീം എടുത്തില്ലേ കണ്ടുപിടിച്ചേ. ഇതുപോലെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എടുക്കുന്നത് ഇതേപോലെ നമ്മൾക്ക് എത്ര സ്പാൻ ഉണ്ടോ അതേ സ്പാൻ സെപ്പറേറ്റ് കൺസിഡർ ചെയ്തിട്ടാണ്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? സ്പാൻ എ ബി, ആദ്യത്തെ സ്പാൻ എടുത്തു. ഫസ്റ്റ് സ്പാൻ എ ബി. ആ സ്പാനിൽ നമുക്കറിയാം യു ഡി എൽ ലൈനും അതൊക്കെ പോട്ടെ. ആദ്യം നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതാമെന്ന് പറഞ്ഞിരുന്നു. ഒന്നുകൂടി പറയുകയാണേ. ഇപ്പോൾ ഇങ്ങനെ എ ബി എന്ന് പറഞ്ഞൊരു ബീമാണല്ലേ, ഇവിടെ യു ഡി എൽ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ, ഈ എ ബി എന്ന് പറഞ്ഞ ബീമിൽ ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും, ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും. ഫിക്സ്ഡ് മൊമെൻ്റ് അല്ല, ഒറിജിനൽ മൊമെൻ്റ്. ഇപ്പോൾ ഫിക്സ്ഡ് എൻഡ് അല്ല, ഈ എൻഡ് എന്ന് പറയുന്നത് റോളറായിട്ടുള്ള ഒറിജിനൽ മൊമെൻ്റ് കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ ഫിക്സ്ഡ് മൊമെൻ്റ് ആണെങ്കിൽ ഫിക്സ്ഡ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ്. പക്ഷേ ഇതിവിടെ ഫിക്സ്ഡ് അല്ല, സെപ്പറേറ്റ് ആണ്. ഇങ്ങനത്തെ കേസിൽ എം എ ബി, ഇവിടെ ഉണ്ടാവുന്ന ഈ എം എ ബി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷനാണ് ഈ എഴുതിയിട്ടുള്ളത്. എം എ ബി കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു എ ബി എന്ന് പറഞ്ഞ ലെറ്റർ എപ്പോഴും ശ്രദ്ധിക്കുക. എം എ ബി ഈസ് ഈക്വൽ ടു എം എഫ് എ ബി. അപ്പോൾ ഇവിടെ എ ബി ആയിരിക്കും. എം എഫ് എ ബി പ്ലസ് 2EI/L ഇൻറ്റു 2 തീറ്റ എ. അതായത് ആദ്യം വന്ന ലെറ്റർ ഏതാണോ അതിൻ്റെ 2 തീറ്റ എ. തീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പ്, സ്ലോപ്പ് അറ്റ് എ ആൻഡ് സ്ലോപ്പ് അറ്റ് ബി. തീറ്റ ബി മൈനസ് 3 ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൽ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്കറിയാം നമ്മളുടെ കണ്ടീഷൻസിൽ എന്തായിരുന്നു? തീറ്റൻ്റെ വാല്യൂ, തീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ലോപ്പാണ് അല്ലേ. തീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പാണ്. തീറ്റൻ്റെ വാല്യൂ, സ്ലോപ്പ് ഫിക്സ്ഡ് എൻഡിലെ സ്ലോപ്പിൻ്റെ വാല്യൂ തീറ്റ ഈക്വൽ ടു 0 ആണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എഴുതിയിട്ടുണ്ട്. തീറ്റ അറ്റ് ഫിക്സ്ഡ് എൻഡ് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് അറ്റ് ഫിക്സ്ഡ് എൻഡ് ഈക്വൽ ടു 0. ദെർഫോർ തീറ്റ എൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. തീറ്റ ബീൻ്റെ വാല്യൂ 0 ആയിരിക്കുമോ? അല്ല. ബി എന്ന് പറയുന്നത് ഫിക്സ്ഡ് അല്ല, റോളറാണ് ഒറിജിനൽ ഉള്ളത്. അസ്യൂം ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഒറിജിനൽ റോളറാണ് ഉള്ളത്. അപ്പോൾ തീറ്റ ബിക്ക് ഒരു വാല്യൂ ഉണ്ടാവും. പിന്നെ ഈ ഉള്ളത് ഡെൽറ്റയാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷനാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടില്ല? ഡിഫ്ലക്ഷൻ ഇത്രയെന്ന് തന്നിട്ടില്ല. ഡിഫ്ലക്ഷൻ തന്നിട്ടില്ലെങ്കിൽ ഡെൽറ്റൻ്റെ വാല്യൂ 0 എടുക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇക്വേഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഓഫ് എ ബി സ്പാനിൻ്റെ എം എ ബി. സ്പാൻ എ ബിയിൽ 2 തരത്തിലുള്ള മൊമെൻ്റ് ഉണ്ടാവും. എം എ ബിയും ഉണ്ടാവും, എം ബി എയും ഉണ്ടാവും. എം ബി എൻ്റെ ഇക്വേഷൻ എങ്ങനെ വരിക? ഇവിടെ എം എ ബിൻ്റെ ഇക്വേഷൻ എം എഫ് എ ബി പ്ലസ് 2EI/L ഇൻറ്റു 2 തീറ്റ എ പ്ലസ് തീറ്റ ബി മൈനസ് 3 ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൽ. അടുത്ത മൊമെൻ്റ് സ്പാൻ എ ബിയിൽ തന്നെയുള്ള അടുത്ത മൊമെൻ്റാണ് എന്ത്? എം ബി എ. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്തായി? എം എഫ് ബി എ, ബി എയിലുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് പ്ലസ് 2EI/L ഇൻറ്റു 2 തീറ്റ ബി. അതായത് ബി അല്ലേ നമ്മൾക്ക് ആദ്യം വന്നത്, അതിൻ്റെ 2 തീറ്റ ബി പ്ലസ് അടുത്തത് 1 തീറ്റ എ മൈനസ് 3 ഡെൽറ്റ ബൈ എൽ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതാം. ഇനി എം എഫ് ബി സി ആണെങ്കിൽ എങ്ങനെ എഴുതും? എം എഫ് ബി സി പ്ലസ് 2EI/L ഇൻറ്റു ഫസ്റ്റ് ബി ആണ്, അപ്പോൾ 2 തീറ്റ ബി, പിന്നെ ഉള്ളത് സി ആണ്, അപ്പോൾ 1 തീറ്റ സി മൈനസ് 3 ഡെൽറ്റ ബൈ എൽ. ഇനി എം എഫ് സി ബി എങ്ങനെ എഴുതും? അല്ല, വെറും എം സി ബി എങ്ങനെ എഴുതും? അതായത് സ്പാൻ ബി സിയിലുള്ള സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എങ്ങനെ എഴുതും? എം എഫ് സി ബി ആയതുകൊണ്ട് ഇവിടെ എം എഫ് സി ബി പ്ലസ് 2EI/L ഇൻറ്റു 2 തീറ്റ സി. ആദ്യം വന്നത് സി ആയതുകൊണ്ട് അതിൻ്റെ 2 തീറ്റ സി, പിന്നെ വന്നതിൻ്റെ പ്ലസ് 1 തീറ്റ ബി മൈനസ് 3 ഡെൽറ്റ ബൈ എൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോ ഇക്വേഷൻസ് കണ്ടുപിടിക്കണം.
ഫസ്റ്റ് എം എ ബി ആണ്. എം എ ബിയിൽ എം എഫ് എ ബി എന്ന് പറയുന്നത് എത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹിയർ എം എഫ് എ ബി ഈസ് ഈക്വൽ ടു -20.83 ആണെന്നറിയാം. അപ്പോൾ ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -20.83 പ്ലസ് 2EI വാല്യൂ തന്നിട്ടില്ല. ഐ എന്ന് പറയുന്നത് ഐ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫിഗറിൽ ഐൻ്റെ വാല്യൂ ഐ ആണ്. 2i ഒക്കെ ആണെങ്കിൽ നമ്മളിവിടെ 2 കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ വെറും ഐ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്പാൻ്റെ ലെങ്ത്ത് 5 ഇൻറ്റു തീറ്റ എൻ്റെ വാല്യൂ എന്താ, 0. എന്തുകൊണ്ടത് 0 ആവാൻ കാരണം, ഫിക്സ്ഡ് എൻഡാണ് എ എന്ന് പറഞ്ഞ സപ്പോർട്ട്. അപ്പോൾ അവിടെ 0 പ്ലസ് തീറ്റ ബി. തീറ്റ ബീൻ്റെ വാല്യൂ 0 ആവോ, അല്ല. ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് എന്താ, റോളറാണ്. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ഇൻറ്റു -3 ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൽ. ഡെൽറ്റൻ്റെ വാല്യൂ എന്താ, ക്വസ്റ്റ്യനിൽ ഗിവൺ അല്ലാത്തതുകൊണ്ട് അത് നമുക്ക് എന്താക്കി എടുക്കാം, 0 ആക്കി എടുക്കാം. അപ്പോൾ ഇൻറ്റു തീറ്റ ബി. നമ്മളുടെ ഇക്വേഷൻ എം എ ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്ത് വന്നു, എം എ ബി ഈസ് ഈക്വൽ ടു -20.83 പ്ലസ് 2/5 EI theta B. Okay, this is equation number 1. Okay, first equation എഴുതി. ഇനി സ്പാൻ എ ബിയിൽ തന്നെയുള്ള എം എ ബി കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എം ബി എ കണ്ടുപിടിക്കണം. എം ബി എക്ക് നമ്മൾ ഇക്വേഷൻ എഴുതാൻ പഠിച്ചു. ഇക്വേഷൻ എഴുതി അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം എഫ് ബി എ നമ്മൾ ആദ്യം പ്രോബ്ലം ചെയ്തപ്പോൾ എം എഫ് ബി എ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. എന്തായിരുന്നു, എം എഫ് ബി എൻ്റെ വാല്യൂ 20 + 20.83 ആണെന്ന്. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. +20.83 പ്ലസ് 2EI ഡിവൈഡഡ് ബൈ എൽ. എൽ എന്ന് പറയുന്നത് 5 ഇൻറ്റു 2 തീറ്റ ബി. തീറ്റ ബിക്ക് വാല്യൂ ഉണ്ട്. കാരണം എന്താ, ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് റോളറാണ്. റോളറിന് സ്ലോപ്പ് ഉണ്ടാവും. തീറ്റ എൻ്റെ വാല്യൂ എന്താ, 0 ആണ്. കാരണം എന്താ, ഫിക്സ്ഡ് എൻഡിൽ സ്ലോപ്പിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഡെൽറ്റൻ്റെ വാല്യൂ തന്നിട്ടില്ല, അപ്പോൾ അതും 0. ബാക്കി 2 തീറ്റ ബി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്തായി, എം ബി എ ഇസ് ഈക്വൽ ടു 20.83 പ്ലസ് 4/5 EI തീറ്റ ബി. എങ്ങനെ ഇവിടെ 4/5 ആയേ, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. 2 × 2 4/5. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്പാൻ ബി സി ആണ്. ബി സിൻ്റെ ഇതേപോലെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതി. എന്നിട്ട് ഇതിൽ നമ്മൾ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എം എഫ് ബി സി, നമ്മൾ ബി സി എന്ന് പറഞ്ഞ സ്പാനിലുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് 13.33 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് 2EI ഡിവൈഡഡ് ബൈ ഇൻ്റെ വാല്യൂ തന്നിട്ടില്ല, ഐൻ്റെ വാല്യൂ ഐ തന്നെയാണ്. അപ്പോൾ ഐ എൻ ഇട്ടു. ഇനി 2i ആണെങ്കിൽ 2i എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് ഹിയർ 3 ആണ്. 2 തീറ്റ ബി. 2 തീറ്റ ബിക്ക് വാല്യൂ ഉണ്ടാവും. കാരണം ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് റോളറാണ്. ബട്ട് തീറ്റ സി എന്ന് പറഞ്ഞത് ഫിക്സ്ഡ് ആയതുകൊണ്ട് തീറ്റ സിൻ്റെ വാല്യൂ 0 ആണ്. ഡെൽറ്റൻ്റെ വാല്യൂ തന്നിട്ടില്ല, അതുകൊണ്ട് ഡെൽറ്റൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇത്ര എഴുതി. ബാക്കി എന്ത് വന്നു, എം ബി സി ഈസ് ഈക്വൽ ടു -13.33 പ്ലസ് 4/3 EI തീറ്റ ബി. ദിസ് ഇസ് തേർഡ് ഇക്വേഷൻ. ഓക്കെ, അടുത്ത ഫോർത്ത് ഇക്വേഷൻ ആണ്. സ്പാൻ ബി സിയിൽ തന്നെ സി ബി, എം സി ബി എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതി. ഈ ഇക്വേഷൻ എഴുതാൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതി. ഇക്വേഷൻ എഴുതുന്നതാണ് നമുക്ക് ഇതിലാകെ പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് മുന്നേ അറിയുന്നതാണ്. അതനുസരിച്ച് പഠിക്കുക. നമുക്ക് 6.67 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതെഴുതി. 2EI ഡിവൈഡഡ് ബൈ എൽ, രണ്ടാമത്തെ സ്പാൻ 3 ആണ്. ഇൻറ്റു 2 തീറ്റ സി. തീറ്റ സിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ആ ടേം 0 ആണ്. തീറ്റ ബിക്ക് വാല്യൂ ഉണ്ടാവും. ഡെൽറ്റൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അത് 0. ബാക്കി ഇത്ര എഴുതി. നമ്മൾ ഇക്വേഷൻ എന്തായി, എം സി ബി ഇസ് ഈക്വൽ ടു 6.67 പ്ലസ് 2/3 EI തീറ്റ ബി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, അപ്പം നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. എന്താണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മളോട് പറഞ്ഞത്,
സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോർ ഈച്ച് സ്പാൻ, എല്ലാ സ്പാനും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതാണ് പറഞ്ഞത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? അപ്ലൈ ദി കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഇതിൽ അപ്ലൈ ചെയ്യാനാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ചെയ്ത പോലെ സിഗ്മ എച്ച് 0, സിഗ്മ വി 0 ആൻഡ് മൊമെൻ്റ് അറ്റ് എനി പോയിൻ്റ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കാൻ പറ്റാതിരിക്കാൻ ഈ ഇക്വേഷൻ അല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മൾ ബീം, രണ്ട് എൻഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഇടയിൽ എന്തുണ്ട്? ഒരു റോളർ ഉണ്ട്. ബി എന്ന് പറഞ്ഞ ജോയിൻറ്റിൽ റോളർ ഉണ്ട്. ഇത് നമുക്കറിയാം. ഇവിടെ MAB എന്ന് പറഞ്ഞുകൊണ്ടൊരു മൊമെൻ്റ് ഉണ്ടാവും. ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ MBA എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ടാവും. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ MBC എന്ന് പറഞ്ഞുകൊണ്ടൊരു മൊമെൻ്റ് ഉണ്ടാവും. ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ MCB എന്ന് പറഞ്ഞുകൊണ്ടൊരു മൊമെൻ്റ് ഉണ്ടാവും. നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഈ ജോയിൻറ്റിലുള്ള ടോട്ടൽ മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതാണ് ജോയിൻറ്റിൽ ഉണ്ടാവുന്നത്. അതായത് കണ്ടിന്യൂസ് ബീമിലെ ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ബീമിൻ്റെ ജോയിൻറ്റ്സ് ഉണ്ടാവില്ലേ, ഇടയിൽ ഇങ്ങനെ വരുന്ന ജോയിൻറ്റ്സ്, ഈ ജോയിൻറ്റ്സിലുള്ള ടോട്ടൽ മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇപ്പോൾ മൊമെൻറ്റ് സിഗ്മ MB, മൊമെൻറ്റ് അറ്റ് B എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ പോയിന്റിലുള്ള മൊമെൻറ്റുകൾ ഏതൊക്കെയാണ്? MBA എന്ന് പറഞ്ഞ മൊമെൻറ്റും MBC എന്ന് പറഞ്ഞ മൊമെൻറ്റും കൂടി ആഡ് ചെയ്താൽ 0 കിട്ടും എന്നുള്ളൊരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ട്. ഈ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു 4 ഇക്വേഷൻ കിട്ടി. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നമുക്ക് 4 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ? ആ ഇക്വേഷനിലുള്ള 2 ഇക്വേഷനാണ് എന്ത്? MBA എന്ന് പറയുന്നതും MBC എന്ന് പറയുന്നതും. അപ്പോൾ MBA എന്ന് പറയുന്നത് എന്തായിരുന്നു? MBAക്ക് നമ്മളൊരു ഇക്വേഷൻ എഴുതിയിരുന്നു. 20.83 + 4/5 EI θB MBA. അടുത്തത് MBCക്ക് നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ട് ഇത്. ഈ 2 ഇക്വേഷനും കൂടി സം ചെയ്താൽ 0 കിട്ടും എന്നുള്ളതാണ് നമ്മളെ ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. സോ വി അപ്ലൈ ദ ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ, ദാറ്റ് ഈസ് MBA എന്ന് പറയുന്നത് +20.83 + 4/5 EI θB. ഇനി MBCൻ്റെ ഇക്വേഷനാണ്. MBC എന്ന് പറയുന്നത് -13.33 + 4/3 EI θB is equal to 0. 20.83യും -13.33യും കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിന് ഔട്ട് സൈഡ് എടുക്കുക. 4/5 EI θB ഉണ്ട്, 4/3 EI θB ഉണ്ട്, ഇതും എടുക്കുക. ഇങ്ങനെ ഇതിൽ അൺനോൺ എന്ന് പറയുന്നത് EI θB ആണ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് EI θB is equal to -3.515 എന്ന് കിട്ടും. ഈ ഒരു സ്റ്റെപ്പ് ഇവിടുന്ന് ഈ ഇക്വേഷനിക്ക് എത്താൻ നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഫോം വിളിച്ച് ചോദിക്കാം. വെറുതെ കോപ്പി അടിച്ച് എഴുതരുത്. എങ്ങനെയാണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് EI θBൻ്റെ വാല്യൂ -3.515 കിട്ടാത്തവരെല്ലാവരും എന്നെ വിളിച്ച് അന്വേഷിക്കണം. ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, നമ്മൾ 7th പഠിക്കുന്നത്. ഓക്കെ, അത് ചെയ്യുക. EI θB എന്ന് പറയുന്നത് ഒരു എക്സാം അസ്യൂം ചെയ്തിട്ട് ചെയ്താലും മതി. ഓക്കെ, EI θBൻ്റെ വാല്യൂ നമുക്ക് -3.515 എന്ന് കിട്ടി. ഈ 515 ഒക്കെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്താ? ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി ഫൈൻഡ് ദ ഫൈനൽ മൊമെൻറ്റ്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ എല്ലാ ഇക്വേഷനിലും, അതായത് MBAൻ്റെ ഇക്വേഷനിൽ അൺനോൺ എന്ന് പറയുന്നത് EI θB ആയിരുന്നു. MABൻ്റെ ഇക്വേഷനിലും നമ്മൾ ഫൈനൽ അൺനോൺ എന്ന് പറയുന്നത് EI θB ആയിരുന്നു. പിന്നെ MBC എടുത്താലും EI θB ആയിരുന്നു. അങ്ങനെ എല്ലാത്തിലും ഒരു അൺനോൺ EI θB ആയിരുന്നു. ഈ EI θBൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഓരോ ഇക്വേഷനിലും എന്ത് ചെയ്യും? ഈ EI θBൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? MAB is equal to MFAB + ½ × EI θB ആയിരുന്നു. അതായത് -20.83. MFAB എന്ന് എഴുതേണ്ട ആവശ്യമില്ല. -20.83 + ½ × EI θB എന്ന് പറയുന്നത് -3.515 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ MAB is equal to നമുക്ക് എന്ത് വരും? MAB is equal to -21.585 kN/m എന്ന് കിട്ടി. ഒരു ഫൈനൽ എൻഡ് മൊമെൻറ്റ് കിട്ടി.
അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തു. MF BA എന്ന് പറയുന്നത് +20.83 - 4/5. അത് നമ്മളെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് കേട്ടോ. ഇതൊന്നും ഞാൻ പുതിയതായിട്ട് ഇക്വേഷൻ എഴുതിയതല്ല, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഇക്വേഷനാണ്. ആ ഇക്വേഷനിൽ EI-θBൻ്റെ വാല്യൂ 3.1515 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് MBA = എന്ത് വന്നു? MBA = 18.015 എന്ന് വന്നു. ഓക്കെ, അടുത്തത് MBC ആണ്. MBCയിലെ MFBC 13.33 + 4/3. MFBC എന്ന് എഴുതണ്ട, 13.33 നമ്മൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഇത് ഇക്വേഷൻ 3 ആണ്. അങ്ങനെ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഇൻറ്റു -3.515 ചെയ്തു. ഇവിടെ നമ്മൾ മൈനസ് ഇട്ടില്ലേ, -3.155 ചെയ്തു. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്തായി? 13.33. നമ്മളുടെ ഇക്വേഷൻ വരും -18.015. നെക്സ്റ്റ് നമ്മൾ എടുത്തു MCB, ദാറ്റ് ഈസ് MFCB 6.67 + 2/3 ഇൻറ്റു -3.515 എന്ന് വന്നു. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് +4.323 kN എന്ന് വന്നു. MCB. അപ്പോൾ ഇതാണ് അനലൈസ് ദ കണ്ടിന്യൂസ് ബീം യൂസിങ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആകെ ഇത്രേ ചെയ്യാനുള്ളൂ. എന്തൊക്കെയായിരുന്നു പ്രൊസീജിയർ? ആദ്യം നമ്മൾ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ യൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതിയപ്പോൾ അതിലൊരു EI-θB എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അൺനോൺ ഉണ്ടാവും. ആ അൺനോൺ കണ്ടുപിടിക്കാൻ നമ്മളൊരു ജോയിൻറ്റ് ഇക്വിലിബ്രിയം, ജോയിൻറ്റിലുള്ള ടോട്ടൽ മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആണെന്നുള്ള കണ്ടീഷനിൽ അപ്ലൈ ചെയ്തിട്ട് EI-θBൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഈ വാല്യൂ നമ്മൾ പഴയ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് MABയും MBAയും MBCയും MCBയും ഒക്കെ കിട്ടും. ഓക്കെ, ഇതാണ് എന്ത് നമ്മളുടെ അനാലിസിസ് ഓഫ് ബീം. നമുക്ക് അൺനോൺ ആയിട്ടുള്ള എല്ലാ മൊമെൻറ്റും കണ്ടുപിടിച്ചു. ഇത്രയേ ഉള്ളൂ നമുക്ക് അനലൈസ് ചെയ്യാൻ. ഇനി നമുക്ക് വരക്കേണ്ടത് എന്താ? ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാണ്. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ് SFD, ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട്, ഇപ്പോൾ ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്താൽ ഈ സെക്ഷൻ്റെ ലെഫ്റ്റിലുള്ള ടോട്ടൽ ലോഡിൻ്റെ സമ്മിനെയാണ് അതിൻ്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് ഡയഗ്രമാറ്റിക് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് ടോട്ടൽ ലോഡ് കിട്ടണം അല്ലേ? ടോട്ടൽ ലോഡ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം, പണ്ട് നമ്മൾ മെക്കാനിക്സിൽ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിച്ചില്ലായിരുന്നോ? RA + RB = 0, σH 0, σV 0, σM = 0 എന്ന് പറഞ്ഞുകൊണ്ട് M@any point = 0 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഴയ കണ്ടീഷൻ വെച്ചിട്ട് ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻ, രണ്ട് സൈഡിലുള്ള സപ്പോർട്ടിലുണ്ടാകുന്ന റിയാക്ഷൻസ് കണ്ടുപിടിച്ച് ഓർക്കുന്നില്ലേ? അതേ കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അത്രയും ടഫൊന്നുമില്ല ഇവിടെ. അന്ന് നമ്മൾ പഠിക്കുമ്പോൾ എന്ത് പറഞ്ഞിരുന്നു? ഫിക്സ്ഡ് എൻഡിനെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതിന് RAV എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, RAH എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും, മൊമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൊമെൻ്റ് കൂടി ഉണ്ടാവും. ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ? കാരണം എന്താ? ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിന് ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ഇല്ല, വെർട്ടിക്കൽ മൂവ്മെൻ്റ് ഇല്ല, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 3 മോഷനും അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 റിയാക്ഷൻ ഉണ്ടാവും. ഇനിയിപ്പോൾ റോളറിൻ്റെ കേസിൽ എങ്ങനെ വരിക? റോളർ എന്ന് പറയുമ്പോൾ നമ്മളൊരു വീൽ ചെയർ ആലോചിക്കും. വീൽ ചെയറിൽ നമുക്ക് ഹൊറിസോണ്ടൽ മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യുക, അവിടെ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് മാത്രം നടക്കില്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, RA എന്ന് പറയുന്നത്. ഇങ്ങനെ ഹിഞ്ചാവുമ്പോൾ എന്താ വരിക? ഹിഞ്ചാവുമ്പോൾ നമ്മൾ ഡോർ ആലോചിക്കും. ഡോറിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും, ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഇങ്ങനത്തെ 3 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. ഇനി അത് ഓർമ്മയില്ലാത്തവരെന്ത് ചെയ്യുക? നമ്മൾ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ചാനലിൽ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങളുടെ അടുത്ത് കണ്ടാൽ മതി, നിങ്ങൾക്ക് ഓർമ്മ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തിരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു അത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ബീം. ഈ ബീമിൽ ഇവിടെയുള്ള ലോഡൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ഫിക്സ്ഡ് എൻഡിൽ ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലേ? RA എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും, RAH എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇൻക്ലൈൻഡ് ലോഡൊന്നും വരാത്തതുകൊണ്ട് ഈ RAHൻ്റെ വാല്യൂ എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ RAH നോക്കണ്ട, ഇവിടെ ഒരു RA ഉണ്ടാവും,
ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും. ഈ മൊമെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി MAB എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടുപിടിച്ചു. പക്ഷേ ഇവിടുത്തെ RAൻ്റെ വാല്യൂ നമുക്കറിയില്ല. MABൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്. MAB -21.58 ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ B എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റോളർ ഉണ്ട്. റോളർ ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു RB എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ C എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ടിൽ ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡിലുള്ള ഒരു RC എന്ന് പറഞ്ഞുകൊണ്ടൊരു ലോഡുണ്ട്, റിയാക്ഷൻ ഉണ്ടാവും. ഒരു RCH ഉണ്ടാവും. ഈ RCHും RAHും കൂടിയാണ് ക്യാൻസലായി പോകുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കണ്ട, നമുക്ക് ഈ RC മാത്രം നോക്കിയാൽ മതി. ഇവിടെ നമുക്കൊരു മൊമെൻറ്റ് നമ്മൾ ഓൾറെഡി MCB കണ്ടുപിടിച്ചിട്ടുണ്ടാവും, ആ വാല്യൂ അറിയാം. അപ്പോൾ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ RAൻ്റെ വാല്യൂ, RBൻ്റെ വാല്യൂ, RCൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കണം. ഈ RA, RB, RC ഒക്കെ കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമ്മൾ പണ്ട് സപ്പോർട്ട് റിയാക്ഷൻ ചെയ്ത് പ്രോബ്ലം പോലെ വലുതായിട്ടൊന്നും ചെയ്യേണ്ട. നമുക്കിതൊക്കെ ഇങ്ങനെ AB, BC എന്ന് പറഞ്ഞാണ്ട് ബീംസൊക്കെ സെപ്പറേറ്റ്, ഓരോന്ന് സെപ്പറേറ്റ് കൺസിഡർ ചെയ്തിട്ടേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? ഷിയർ ഫോഴ്സ്, ഫൈൻഡ് ദ സപ്പോർട്ട് റിയാക്ഷൻ ബൈ കൺസിഡറിങ് സെപ്പറേറ്റ്ലി. ബീംസിനെ സെപ്പറേറ്റ് കൺസിഡർ ചെയ്തിട്ട് എങ്ങനെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ നോക്കണേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? AB എന്ന് പറഞ്ഞ ബീമിനെ മാത്രം കൺസിഡർ ചെയ്തു. Aയിൽ ഫിക്സ്ഡ് എൻഡാണ്, Bയിൽ റോളർ എൻഡാണ്. AB എന്ന് പറഞ്ഞ ബീമിലുള്ള മൊമെൻ്റ് അറ്റ് MAB എന്ന് പറയുന്ന വാല്യൂ 21.585 ആണ്. MBA എന്ന് പറയുന്നത് +180 അല്ല 18.015 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ടോട്ടൽ UDL എന്ന് പറയുന്നത് 10 kN/m ഇൻ ദ ലെങ്ത് ഓഫ് AB എന്ന് പറയുന്ന സ്പാന് 5 മീറ്റർ ആണെന്ന് അറിയാം. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക നമ്മൾ ഫസ്റ്റ്. ഫ്രീ ബോഡി ഡയഗ്രാം വരുമ്പോൾ ഫസ്റ്റ് ഫിക്സ്ഡ് എൻഡാണ്. ഫിക്സ്ഡ് എൻഡിൽ നമുക്ക് എന്തുണ്ട്? RA എന്ന് പറഞ്ഞ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ, ഇപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ടാവും RAH എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇൻക്ലൈൻഡ് ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ σH0 എഴുതുന്ന സമയത്ത് RAH = 0 എന്ന് പറഞ്ഞുകൊണ്ട് ആ ടേം 0 ആയി പോകും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫസ്റ്റ് ഇയർ അല്ലല്ലോ, നമ്മളിപ്പോൾ തേർഡ് ഇയർ എത്തിയില്ലേ. അപ്പോൾ RAH = 0 എന്ന് സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അത് 0 ആണ് നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ RAH എഴുതി. പിന്നെ ഇവിടെ ഉള്ളൊരു മൊമെൻറ്റിൻ്റെ വാല്യൂ 20, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ 21.58 ആണെന്ന് എഴുതി. ഇപ്പുറത്തെ സൈഡിൽ റോളർ മാറ്റിയിട്ട് അവിടെ ഒരു RB എന്ന് എഴുതി. ഇവിടെ RB1 ഇടാൻ കാരണം നമ്മൾ അടുത്തത് കൺസിഡർ ചെയ്യാൻ പോകുന്നത് BC എന്ന് പറഞ്ഞ ബീമാണ്. അപ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും RB എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ആദ്യത്തെ ബീം കൺസിഡർ ചെയ്യുമ്പോൾ ജോയിൻറ്റിലുള്ളതിന് RB1 എന്നിട്ട് ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് 18.015 ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത്, അത് എഴുതി. ഇനി ഈ UDL ഉണ്ടല്ലോ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അതിൻ്റെ ടോട്ടൽ ലോഡ് എത്രയായിരിക്കും വരിക? 10 kN/m ആണ്. ഓരോ മീറ്ററിലും 10 kN ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ 5 മീറ്റർ ഉണ്ടെങ്കിൽ ടോട്ടൽ ലോഡ് എന്തായിരിക്കും? 10 × 5 50. ഈ 50 എന്ന് പറഞ്ഞ ലോഡ് എവിടെയായിരിക്കും ആക്ട് ചെയ്യുക? AB എന്ന് പറഞ്ഞ ബീമിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും ആക്ട് ചെയ്യുക. അങ്ങനെ ഫിഗർ മാറ്റി വരക്കണം എന്നൊന്നുമില്ല. പ്രോബ്ലം ചെയ്യാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് UDLനെ മാറ്റി യൂണിറ്റ് ലോഡാക്കി കൺസിഡർ ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ പഴയ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ടല്ലോ, നമ്മൾ പണ്ട് പഠിച്ചിരുന്ന σV = 0. ഫസ്റ്റ് σH0, ഇവിടെ σH0 എടുത്താൽ RAH = 0 കിട്ടും. അത് നമ്മൾ ഇനി എഴുതേണ്ട ആവശ്യമില്ല. മൊമെൻ്റ് അറ്റ് എനി പോയിൻ്റ് = 0, നമ്മൾ A എടുക്കും 0. ഈ 3 ഇക്വിലിബ്രിയം കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ അൺനോൺ കണ്ടുപിടിക്കും. നമുക്കറിയുന്നതാണ്, ഞാൻ ഒന്നും കൂടി പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് നമ്മൾ σV എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്തു. σV = 0. ഇവിടുത്തെ വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെയാണ്? RA എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെർട്ടിക്കൽ ഫോഴ്സ്, 50 പറഞ്ഞുകൊണ്ട് ഒരു വെർട്ടിക്കൽ ഫോഴ്സ്, RB എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെർട്ടിക്കൽ ഫോഴ്സ്. ഇങ്ങനെ 3 വെർട്ടിക്കൽ ഫോഴ്സാണ്. അതിന് നമ്മൾ അതുപോലെ എഴുതി RA + RB1 - 50 = 0. σV = 0. വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സം = 0. ഇത് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. RA + RB1 = 50. ദിസ് ഈസ് ഇക്വേഷൻ 1. ഇനി അടുത്തത് എന്താ എഴുതാം? σHൻ്റെ ഇക്വേഷൻ എഴുതേണ്ട, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നുള്ളൂ, അത് 0 ആണ് നമുക്കറിയാം. അടുത്തത് മൊമെൻ്റ് അറ്റ് A = 0. എയിലുള്ള മൊമെൻറ്റ് 0. അപ്പോൾ നമ്മൾ ഫിഗർ എടുത്തു. എത്ര മൊമെൻ്റ് ഉണ്ട് ഇവിടെ? മൊമെൻ്റ് അറ്റ് A 0. എയിലുള്ള മൊമെൻ്റാണ്. അപ്പോൾ ഈ RA എന്ന് പറഞ്ഞ റിയാക്ഷൻ കൊണ്ട് എയിലുണ്ടാക്കുന്ന മൊമെൻ്റ് എന്താ വരിക? 0 ആയിരിക്കും. കാരണം മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ?
ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഫോഴ്സും പോയിൻറ്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0 ആയതുകൊണ്ട് 0. ഇനി ഈ 50 കൊണ്ട് ഈ 50 എന്ന് പറഞ്ഞ ഫോഴ്സ് കൊണ്ട് പോയിൻ്റ് എയിലുണ്ടാകുന്ന മൊമെൻ്റ് എന്താ വരിക? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ +50 ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഈ നമ്മളുടെ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റും നമുക്ക് മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ട എ എന്ന് പറഞ്ഞ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2.5. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ത് എഴുതി? പ്ലസ് ആണ്, ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് +50 ഇൻറ്റു 2.5 ഒരു മൊമെൻ്റായി. അടുത്ത ലോഡ് ഏതാ? RB എന്ന് പറഞ്ഞ ലോഡാണ്, അല്ലെങ്കിൽ RB1 എന്ന് പറഞ്ഞ ലോഡാണ്. ഇത് പോയിൻ്റ് എയിലുണ്ടാക്കുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോവുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോൾ -RB1 ഇൻറ്റു നമ്മൾ RBയും പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 ആണ്. അപ്പോൾ ഇതെഴുതി -RB1 ഇൻറ്റു 5. ഇനി മൊമെൻ്റ് ഉണ്ടോ? ഉണ്ടല്ലേ. ഡയറക്റ്റ് നമുക്കൊരു 2 മൊമെൻ്റ് ഉണ്ട്. ഫോഴ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന മൊമെൻ്റ് അല്ല, ഡയറക്റ്റ് മൊമെൻ്റ് ഉണ്ട്. പണ്ട് നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുമ്പോൾ കപ്പിളായിട്ട് ആക്ട് ചെയ്തിരുന്നു മൊമെൻ്റ്. അല്ലെങ്കിൽ ഡയറക്റ്റ് മൊമെൻ്റ് തന്നാൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഫോഴ്സ് ആകുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്തിട്ട് അതിനെ മൊമെൻ്റ് ആക്കണം. ഡയറക്റ്റ് മൊമെൻ്റ് ആണ് തന്നതെന്നുണ്ടെങ്കിൽ ആ മൊമെൻറ്റിനെ അതുപോലെ ആഡ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ 2 മൊമെൻ്റ് ഉണ്ട്. ഒന്ന് -21.58ഉം ഒന്ന് +18.05ഉം. അതിനെ നമ്മൾ അതുപോലെ തന്നെ എഴുതി. പോയിൻ്റ് എയിൽ തന്നെയാണ് -21.58 ഉള്ളതെന്ന് വിചാരിച്ചിട്ട് അത് 0 ആയി പോവോ? ഇല്ല. പോയിൻ്റ് എയിൽ തന്നെ ഉള്ളത് 0 ആയി പോകാൻ കാരണം ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഡയറക്റ്റ് എ എന്നുള്ള പറഞ്ഞ പോയിന്റിൽ മൊമെൻറ്റ് കൊടുത്താൽ നമുക്കത് അതുപോലെ തന്നെ എഴുതാം. -21.585 + 18.015 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് RB1 ഇസ് ഈക്വൽ ടു 24.286 kN എന്ന് കിട്ടും. ഓക്കെ. RB1ൻ്റെ വാല്യൂ 24.28 ആണെങ്കിൽ ഫ്രം ഇക്വേഷൻ 1 നമുക്ക് എന്തെഴുതാം? RB1ൻ്റെ വാല്യൂ 24.285 എടുക്കുമ്പോൾ നമുക്ക് RA is equal to, therefore from equation 1 we get RA is equal to 25.714 kN. ക്ലിയർ അല്ലേ? പണ്ട് പഠിച്ചൊക്കെ ഓർമ്മ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നെക്സ്റ്റ് അടുത്ത സ്പാൻ കൺസിഡർ ചെയ്തു, സ്പാൻ BC. ഇതിൽ BC എന്ന് പറഞ്ഞ ബീം, ബിയിൽ റോളറാണ്, സിയിൽ എന്തുണ്ട്? ഫിക്സ്ഡ് എൻഡാണ്. അവിടെ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ബിയിൽ റോളർ ആയതുകൊണ്ട് അവിടെ നമ്മളൊരു ഒറ്റ റിയാക്ഷൻ വരച്ചു, RB2. ബി എന്ന് പറഞ്ഞ ജംഗ്ഷൻ 2 പ്രാവശ്യം എടുക്കുന്നതുകൊണ്ടാണ് നമ്മളവിടെ 2 എന്ന് കൺസിഡർ ചെയ്തത്. അടുത്തത് സിയിലുള്ളതാണ് RC. ഇവിടെ ഹൊറിസോണ്ടൽ RCH ഉണ്ടാവും, പക്ഷേ ഒറ്റ ഹൊറിസോണ്ടൽ RCH is equal to 0 ആണ് വരികയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എഴുതാത്തത്. ശരിക്കും നമ്മൾ പഠിച്ച അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഇവിടെ പുതിയ റൂളൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതാം. പിന്നെ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയുന്ന ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ട്, ഇവിടുത്തെ ഒരു മൊമെൻ്റ് ഉണ്ട്, MBC എന്ന് പറഞ്ഞാണ്ട് ഒരു മൊമെൻ്റ് ഉണ്ട്, MCB എന്ന് പറഞ്ഞാണ്ട് മൊമെൻ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെയും ഇവിടെയും. പിന്നെ 30 kN ആണ്. ഇതിനെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്താൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് σV = 0. എന്തൊക്കെ വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്? RB2 ഉണ്ട്, 30 ഉണ്ട്, RC ഉണ്ട്. ഈ വാല്യൂ RB2 അപ്വാർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് പ്ലസ്, -30 ഡൗൺവാർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ്, പ്ലസ് RC അപ്വാർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് പ്ലസ് is equal to 0. ഇതിൽ നമുക്ക് RB2 + RC is equal to 30 എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. രണ്ടാമത്തെ ഇക്വേഷനാണ് എന്ത്? σM. മൊമെൻ്റ് അറ്റ് എ അല്ല, ഇവിടെ BC എന്ന് പറഞ്ഞ ബീം ആയതുകൊണ്ട് മൊമെൻ്റ് അറ്റ് B = 0. B എന്ന് പറഞ്ഞ പോയിന്റിലുള്ള മൊമെൻ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഫോഴ്സ് കൊണ്ടുള്ള മൊമെൻ്റ് കണ്ടുപിടിക്കുക. 3 ഫോഴ്സാണുള്ളത്. ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് RB എന്ന് പറയുന്നത് B എന്ന് പറഞ്ഞ പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റിൻ്റെ വാല്യൂ 0, പ്ലസ് ഈ 30 ഫോഴ്സ് കൊണ്ട് B എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാകുന്ന മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഫോഴ്സ് എന്ന് പറയുന്നത് 30 ഇൻറ്റു ഡിസ്റ്റൻസ് 1 മീറ്റർ, ദാറ്റ് ഈസ് +30 × 1. അടുത്ത ലോഡ് എന്ന് പറയുന്നത് RC ആണ്. RC ആൻറ്റി ക്ലോക്ക് വൈസിൽ ഉണ്ടാക്കുക, ദാറ്റ് ഈസ് -RC ഇൻറ്റു ടോട്ടൽ ലെങ്ത്ത് 3. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫോഴ്സ് കൊണ്ടുള്ള മൊമെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 2 മൊമെൻ്റ് തന്നിട്ടുണ്ട്.
-18.01 പ്ലസ് 4.32 എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മൊമെൻറ്റ്. അതായത് അങ്ങനെ തന്നെ -18.01 പ്ലസ് 4.343 ഈ നമ്മളിത് അപ്ലൈ ചെയ്തു. ഇതിൽ അൺനോൺ RC മാത്രമാണ്. ഇതിൽ നിന്ന് നമുക്ക് RC ഈസ് ഈക്വൽ ടു 5.437 എന്നും കിട്ടും കിലോന്യൂട്ടൺ. ഈ RCൻ്റെ വാല്യൂ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ RB2ൻ്റെ വാല്യൂ എന്ത് വരും? RB2 ഈസ് ഈക്വൽ ടു 24.56 കിലോന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? RAൻ്റെ വാല്യൂ കിട്ടി, RBൻ്റെ ഒരു കഷ്ണത്തിൻ്റെ വാല്യൂ കിട്ടി, ഇവിടെ RBൻ്റെ മറ്റേ കഷ്ണം കിട്ടി, RCൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടോട്ടൽ സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് RA ഈസ് ഈക്വൽ ടു 25.15 കിട്ടി. RBനെ രണ്ട് കഷ്ണാക്കിന് നമ്മൾ, RB1ഉം RB2ഉം, അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 48.84 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സപ്പോർട്ട് റിയാക്ഷൻ കിട്ടി. RC നമുക്ക് ഓൾറെഡി 5.34 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് ഒക്കെ കിട്ടി. ഇനി നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ എന്താണ് പറയുന്നത്? ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ പറയുന്നത് ടോട്ടൽ ഫോഴ്സിൻ്റെ സം എടുക്കാനാണ്. ടോട്ടൽ ഫോഴ്സ്, ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പണ്ടേ പഠിച്ചതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പറയുള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെയുള്ള RAൻ്റെ വാല്യൂ 25.714 ആണെന്നും RBൻ്റെ വാല്യൂ 48 ആണെന്നും RCൻ്റെ വാല്യൂ ഇതാണെന്നൊക്കെ എഴുതി ടോട്ടൽ ബീം വരച്ചു. എല്ലാ വാല്യൂസും നമ്മൾ എഴുതി. ഇവിടെ മൊമെൻ്റ് അല്ല നോക്കുന്നത്, ടോട്ടൽ ഫോഴ്സ്, ബീമിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിൻ്റെ ഫിഗറാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു എൻഡിൽ നിന്ന് തന്നെ നോക്കി തുടങ്ങിയാൽ മതി. ഫസ്റ്റ് എൻഡ് എന്ന് പറയുന്നത് എയിലാണ്. എയിലുള്ള ലോഡ് മാത്രമേ നോക്കുള്ളൂ. എയിൽ അപ്വാർഡ് ഡയറക്ഷൻക്ക് എന്തുണ്ട്? ഒരു 25.74 ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ എയിൽ നിന്നും മുകളിലേക്ക് ഒരു 25. അപ്പോൾ ഇവിടെയാണ് 25.714 എങ്കിൽ 25.7.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി A to Bയിൽ എന്താ ഉള്ളത്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ കേസിൽ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ എൻഡിലെത്തുമ്പോഴത്തേന് നെഗറ്റീവ് സൈഡിലേക്ക് പോകും, സൈന് മാറും. നമുക്കറിയാം യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. മുകളിലേക്ക് ഒരു 25 കൊടുക്കുമ്പോൾ അതിൻ്റെ താഴത്തേക്കുള്ള ലോഡ് ഇങ്ങനെ യൂണിഫോമായിട്ട് ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് 25 അപ്വാർഡ്ക്ക് 25.714 തന്നു, താഴത്തേക്ക് എന്ത് തന്നു? 10 കിലോന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്തായി വരും? അപ്വാർഡ്ക്ക് 25.714 വന്നു, ഡൗൺവാർഡിലേക്ക് എന്തുണ്ട്? 10 കിലോന്യൂട്ടൺ പെർ മീറ്റർ ആണ്. 10 കിലോന്യൂട്ടൺ പെർ മീറ്റർ 5 മീറ്റർ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ബിയിലെത്തുമ്പോൾ എന്തായിരിക്കും വരിക? മുകളിലേക്ക് വരുന്നത് പ്ലസ് 25.714 മൈനസ് അതിനെ ഡിപ്രസ് താഴേക്ക് വരുന്നത് 10 × 5 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് -24.286 എന്ന് കിട്ടും. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? -24.286 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റിലെത്തുമ്പോൾ നമ്മളുടെ ആ വാല്യൂ -24.286. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി എന്തുണ്ട്? ഈ 24.86 അപ്വാർഡിലേക്ക് ഈ പോയിന്റിൽ ഒരു അപ്വാർഡ് ഡയറക്ഷൻക്ക് എന്തുണ്ട്? 48.84 എന്ന് പറഞ്ഞു. അപ്പോൾ 28.284 -24.284 ആണിത്, മൈനസിലാണ്. പ്ലസ് എന്തുണ്ട്? 48.84 ഉണ്ട്. -24.28 പ്ലസ് 48.84 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്ലസ് 24.554 ആണ്. അതായത് മുകളിലെ ഒരു 24.55. ഓക്കെ, അപ്വാർഡ് ഡയറക്ഷൻക്ക് ഒരു 25. പിന്നെ കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിൽ ഒരു 30 ആണ്. ഇതുവരെ UDL ഒന്നുമില്ല, പ്ലെയിൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെയും പ്ലെയിൻ ഡയറക്ഷൻ വന്നു.
ഈ +24.55 താഴേക്ക് എന്തുണ്ട് ഒരു 30. അപ്പോൾ നമ്മൾ +24.55 -30 ചെയ്യുക. അപ്പോൾ നമുക്ക് -5.44 കിട്ടും. -5.44 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ പോയിന്റ് തൊട്ട് ഇതുവരെ പ്ലെയിൻ ആണ്. അപ്പോൾ നമ്മൾ പ്ലെയിൻ ഡയഗ്രാം വരച്ചു. പിന്നെ അപ്വാർഡ് ഡയറക്ഷൻക്ക് ഒരു 5.437 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താവും? 0. ഇതാണ് നമ്മളുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. മുകളിലുള്ള പോസിറ്റീവ്, താഴെയുള്ള നെഗറ്റീവ്. അങ്ങനെ നമ്മൾ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഹോപ്പ് യു ഓൾ ഗെറ്റ് ഷിയർ ഫോഴ്സ്, ഹൗ ടു ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക. പണ്ട് നമ്മൾ SFD BMD നമ്മൾ മോസിലൊക്കെ വരക്കാൻ പഠിച്ചില്ലേ, അതൊക്കെ സെയിം തന്നെയാണ്. അതുപോലെ തന്നെയാണ് വരക്കുക. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇതാണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചു. ഇനി അടുത്തത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ് വരക്കേണ്ടത്. നമ്മൾ എല്ലാ പ്രാവശ്യം വരക്കുന്ന പോലെ 2 ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഉണ്ടാവില്ലേ? ഒന്ന് നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഉണ്ടാവും, ഒന്ന് ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഉണ്ടാവും. ഞാൻ പറഞ്ഞിരുന്നു ആ ടാബുലാർ കോളത്തിൽ ഈ WL²/8 ഒക്കെ നമുക്ക് ആവശ്യം വരുന്നത്. ആദ്യം നമ്മൾ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കണം. ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ABC എന്ന് പറഞ്ഞ ബീമിലെ ഫസ്റ്റ് AB എന്ന് പറഞ്ഞ ബീമിനെ സെപ്പറേറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ UDL ആണ്. അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് WL²/8 ആണ്. WL²/8ൻ്റെ വാല്യൂ എന്താ വരിക? 10 × L² എന്ന് പറയുന്നത് 5² ഡിവൈഡഡ് ബൈ 8 ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 31.25 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ കേസ് BC എന്ന് പറഞ്ഞ ബീമിലുള്ളതാണ്. അത് WAB/L ആണ് നമുക്കറിയാം. 3 മൊമെൻറ്റ് ഇക്വേഷനിൽ നമ്മളിത് കുറേ പ്രാവശ്യം കണ്ടുപിടിച്ചാണ്. അതേ സ്റ്റെപ്പിൽ ചെയ്യുക. 30 × 1 × 2 ഡിവൈഡഡ് ബൈ 3. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 20 എന്ന് കിട്ടും. ഈ വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഇനി വരക്കാൻ പോകണം. ഇപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിച്ച പോലെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കുമ്പോൾ നമുക്ക് ആദ്യം ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് കൂടി ഒന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കാൻ പോവാണ്. നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിന് ആദ്യം നമ്മൾ ബീം വരച്ചു. നമ്മൾ പണ്ടേ വരച്ചിട്ടുള്ളതാണ്, ടെൻഷൻ ആവണമെന്നില്ല. ഇതിൽ ABC എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ 2 ഫിഗറുകളാണ് വരക്കാൻ പോകുന്നത്. ഓക്കെ, ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഫിഗറുകൾ. ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ AB എന്ന് പറഞ്ഞ സെക്ഷനിൽ UDL ആയതുകൊണ്ട് അവിടെ സെമി പരാബോളായിരിക്കും. ഈ സെമി പരാബോളൻ്റെ മാക്സിമം വാല്യൂ 31.25 ആണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു WL²/8. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് WAB/L ആണ്. യൂണിറ്റ് ലോഡ് ആയതുകൊണ്ട് ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ഈ മാക്സിമം ഇതിൻ്റെ വാല്യൂ 20 ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ വരക്കുന്നത് നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ്. നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് അറിയണം? നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് അറിയണം. അതായത് നമ്മൾ അനലൈസ് ദ ബീം എന്ന് പറഞ്ഞുകൊണ്ട് MAB, MBA, MBC, MCB ഈ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചില്ലേ? ഈ സാധനങ്ങൾ നമ്മളുടെ ഈ ഫിഗറിൽ വരക്കണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ്. നമുക്കറിയാം MABൻ്റെ വാല്യൂ എത്രയായിരുന്നു? MAB = -21.585. നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ നമ്മൾ വരക്കുന്ന ഇനി ഈ നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ നെഗറ്റീവ് ഷുഡ് ബി എബോ ന്യൂട്രൽ ആക്സിസ് ആണ്. നമ്മളെ ബീമിൻ്റെ എബോ ആയിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്യുക. ഓക്കെ, എബോ ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ നമ്മൾ MAB എന്ന് പറഞ്ഞാൽ -21.58 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ മുകളിലേക്ക് ഏകദേശം ഇത്ര വരെ വരും, -21.85. ബിയിൽ എന്തുണ്ട്? ഒരു MBC ഉണ്ടായിരുന്നു, ഒരു MBA എന്ന് പറഞ്ഞുകൊണ്ട് 2 ഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, MBA എന്ന് പറയുന്നത് +18.015 ആണ്. MBC എന്ന് പറയുന്നത് -18. കാരണം ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 18.015 ആണ് അപ്വാർഡ് ഡയറക്ഷൻ. വാല്യൂ 18.015. അടുത്തത് സിയിലുള്ള മൊമെൻ്റ് ആണ്. അത് നമുക്കറിയായിരുന്നു. എത്രയായിരുന്നു? 4.323. അത് നമ്മൾ മാർക്ക് ചെയ്തു. 323 ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഇത് ജോയിൻ ചെയ്ത് വരച്ചു. ഇതാണ് നമ്മളുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഇനി ഇതിൻ്റെ രണ്ടും കൂടി ജോയിൻ ചെയ്ത പോർഷനൊക്കെ ഒഴിവാക്കി സിംഗിളായിട്ടുള്ളത് മാത്രം നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ,
ഇതാണ് നമ്മളുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഈ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ വരിക? ദിസ് പോർഷൻ ഈസ് നെഗറ്റീവ്, ബ്ലൂ കളറിൽ. നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് നെഗറ്റീവ് മുകൾക്കല്ല വരച്ചത്. അപ്പോൾ ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ ആണ് മുകളിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്. റെഡ് പോസിറ്റീവാണ്, അതായത് ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം പോസിറ്റീവ്. ഇത് പിന്നെയും ബ്ലൂ ആണ്, അപ്പോൾ നെഗറ്റീവ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ദിസ് ഇസ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. അപ്പോൾ കുറച്ച് ലെങ്തി ആണ്, പക്ഷേ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ തോന്നും. സ്റ്റെപ്സ് അധികമൊന്നും പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല. ഈ പ്രോബ്ലം ചെയ്തിട്ട് ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഒക്കെ വരക്കുക. ഓക്കെ, പ്രോബ്ലം മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണുക, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പ്രോബ്ലം ചെയ്യുക. ഒരു ഹോംവർക്ക് ഉണ്ട്, നിങ്ങൾ മാക്സിമം ഇത് ചെയ്യാൻ നോക്കുക. സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ, പക്ഷേ സിമ്പിളാണ്. നമുക്ക് അധികം വലിയ ഇക്വേഷൻസ് ഒന്നും പഠിക്കാനില്ല, കൺഫ്യൂഷൻ ആവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക. സെയിം പോലെ തന്നെയാണ് ആദ്യം യു ഡി എൽ കൊടുക്കുന്ന പകരം ഇവിടെ ബി സിയിലാണ് യു ഡി എൽ കൊടുത്തത്. പിന്നെ അതുപോലെ ഇവിടെ ഒരു കാര്യം, ചെറിയ കുഞ്ഞു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ ഐ ആണ്, ഇവിടെ 2i ആണ്. അപ്പോൾ നമ്മളുടെ എന്താണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ 2ei/L × 2 θ θb എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ ഈ ഐന് നമ്മൾ എന്ത് ചെയ്യണം? 2i എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഈ ഒരു കാര്യം മാത്രമേ പുതുതായിട്ട് ഇതിലുള്ളൂ, അത് ചെയ്യുക. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, നോട്ട് ചെയ്യുക. ഈ ആൻസർ കിട്ടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പ്രോബ്ലംസ് ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് നോക്കുക. ക്ലിയർ അല്ലേ? ei θbൻ്റെ വാല്യൂ ഇത് കിട്ടണം, എന്നിട്ട് MAB MBA MBC വരക്കുമ്പോൾ ഇത് കിട്ടണം, എന്നിട്ട് അവസാനം നിങ്ങൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കണം. ബെൻഡിങ് ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ഡ്രോ ദ BMD ആൻഡ് SFD രണ്ടും വരക്കണം. രണ്ടും വരച്ചിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.